വളരെയധികം പ്രതീക്ഷകളോടുകൂടിയാണ് ഓരോ പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ ചില വിവാഹ ജീവിതങ്ങൾ ഉടനെ തന്നെ ഒരു വേർപെടുത്തലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതും വിവാഹബന്ധം വേർപെടുത്തുന്ന രീതിയിലേക്ക് പോയ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ആളാലോചന നോക്കുന്നുണ്ട്. 36 വയസ്സാണ് പ്രായം. ഹിന്ദു, ഈഴവ കാസ്റ്റ്. ആദ്യ വിവാഹത്തിൽ കുഞ്ഞുങ്ങളൊന്നുമില്ല. പറഞ്ഞല്ലോ, വിവാഹം കഴിഞ്ഞതും ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. മാതാപിതാക്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ആൺകുട്ടിക്ക് ഒരു വിവാഹ ജീവിതം നയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവർ 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത ആളാണ്. ഗ്രാജുവേഷനാണ് വിദ്യാഭ്യാസം വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ നോക്കുന്നുണ്ട്. ഒരു ഡിമാൻഡേ ഉള്ളൂ അവർക്ക്. അവരുടെ സെയിം ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ ഒരു ആൺകുട്ടി ആയിരിക്കണം. ഇനി ദൂരോട്ടൊന്നുമുള്ള ഒരു ആലോചന നോക്കി വിവാഹം കഴിപ്പിച്ച് വിടുന്നില്ല. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും അവർക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ കൂടെ മുന്നോട്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന അത്രയും അകലത്തിലുള്ള ഒരു ആലോചന വേണ്ട. തൊട്ടടുത്താണെങ്കിൽ അവർക്കും കൂടെ ശ്രദ്ധിക്കാമല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. വേറെ ഡിമാൻഡുകളൊന്നും പറയുന്നില്ല. ഇടത്തരം ഫാമിലിയാണ്. അത്യാവശ്യം മദ്യപാനം, പുകവലി, അത്യാവശ്യമല്ല, മദ്യപാനം, പുകവലി ഇതൊന്നും ഇല്ലാത്തൊരു ആൺകുട്ടിയായിരിക്കണം. ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം, നല്ലൊരു ജോലി, ഇന്ന ജോലി എടുത്ത് പറയുന്നില്ല, ജോലിയൊക്കെ ചെയ്ത് ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ആൺകുട്ടിയായിരിക്കണം, നല്ലൊരു കുടുംബത്തിൽ നിന്നുള്ളത്. ഇത്രയാണ് ഡിമാൻഡ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ആലോചനയിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓരോ വീഡിയോയ്ക്കും ഒരു പ്രചോദനമായിക്കൊള്ളട്ടെ. കാണുന്നവർ ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ട് കേട്ടു നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ.